നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കുക. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ്. മീനക്കൂറുകാർക്ക് ചന്ദ്ര ലഗ്നാധിപതിയും കർമാധിപതിയായിരിക്കുന്ന വ്യാഴം 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചാരവശാൽ 4-ൽ വ്യാഴം സഞ്ചരിക്കുന്ന അത്ര ഉത്തമമല്ലാത്തത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ട് വീട് വിട്ട് പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ കർമാധിപതിയായിരിക്കുന്ന വ്യാഴം കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നതും ജോലിയുടെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ്. പക്ഷേ വ്യാഴപ്പിഴവുണ്ട്. അതുമാത്രമല്ല, സഹായസ്ഥാനാധിപതി 4-ാം ഭാവത്തിലും 4-ാം ഭാവാധിപതി സഹായസ്ഥാനത്തും പരിവർത്തന യോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ബാധകാധിപതിയായിട്ട് 4-ാം ഭാവാധിപതി സഹായസ്ഥാനത്തും അഷ്ടമാധിപതിയായിട്ട് 3-ാം ഭാവാധിപതി 4-ലും നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹോദരന്മാർ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ്. 2-ാം ഭാവത്തിലാണ് ചൊവ്വ സ്വക്ഷേത്ര ബലവാൻ. അപ്പോൾ ഭാഗ്യാധിപതി ബലവാനായി നിൽക്കുന്നത് കൊണ്ട് നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് യോഗമുള്ളൊരു മാസമാണ്. അതേപോലെ നിപുണായോഗം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ബാധകാധിപതി 4-ാം ഭാവാധിപതിക്ക് ബാധകാധിപത്യം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും ഒരുമിച്ച് യോഗം ചെയ്ത് സഹായസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം പ്രബലമായിട്ട് കാര്യതടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഒരു കാളസർപ്പയോഗമാണ്. 10 രൂപ ചിലവ് കിട്ടിയാൽ 20 രൂപ ചിലവാകുക, കാൽപാദത്തിന് വേദന ഉണ്ടാകുക, ഉദരസംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമാണ്. അപ്പോൾ ശത്രുദോഷ പരിഹാരം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരം നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അത് എടുത്തു ചാടിയുള്ള സംസാരം, അതേപോലെ നേതൃത്വപരമായ സംസാരം, ഓർഡർ ഇടുന്ന രീതിയിലാണ് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ തോന്നുക. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക, മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാത്ത രീതിയിൽ മയമായിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കണം. ധനകേകഥനം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അശുദ്ധിയുള്ള ഭക്ഷണം ഉള്ളിൽ ചെല്ലാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കമൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ശത്രുദോഷ പരിഹാരമായിട്ട് അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്കും ഗണപതി ഹോമവും ചെയ്യുക. 4-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്ന വ്യാഴപ്പഴം ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചനയും ചെയ്യാം. ഇതിനകത്ത് ഈ ശത്രുദോഷ പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ചെന്നാൽ സ്വന്തം ആൾക്കാരുമായിട്ടും കുടുംബക്കാർ തമ്മിലൊക്കെ ഉള്ള ശത്രുത വരുമ്പം മൊത്തത്തിൽ അത് നമുക്ക് തടസ്സങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു ശത്രുദോഷം വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു 6-ാം ഭാവത്തിലാണ്. അപ്പോൾ കാളസർപ്പയോഗം എന്ന് പറയുന്ന ഒരവസ്ഥയായതുകൊണ്ട് നാഗപൂജ, അതേപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജ, കേതുപൂജ, ശനി പൂജയൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തിയാൽ വലിയ ദോഷങ്ങളില്ലാതെ കണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം കടന്നു പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.